ബീച്ച് ഫയർ സ്റ്റേഷന് നഗരത്തിൽ തന്നെ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി താൽക്കാലിക സ്റ്റേഷൻ സജ്ജീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. താൽക്കാലികമായി സ്ഥലം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പരിഹാരം കണ്ടെത്തണമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട്. കെട്ടിടം അപകടാവസ്ഥയിലായതോടെയാണ് കോഴിക്കോട് ബീച്ചിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തലാക്കിയത്. എന്നാൽ കോഴിക്കോട് നഗരത്തിലുള്ള ഏക ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം നിലച്ചതോടെ കൊയിലാണ്ടി, വെള്ളിമാടുകുന്ന്, മീഞ്ചന്ത ഫയർ സ്റ്റേഷനുകളെ സമീപിക്കേണ്ട സ്ഥിതിയാണ്. അപകടം നടന്ന ഉടൻ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിൽ ബീച്ചിലെ അഗ്നിരക്ഷാസേനയെ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യവും നടപ്പാകാതെ നീളുകയാണ്. ബീച്ച് ഫയർ സ്റ്റേഷൻ പണി പൂർത്തിയാകുന്നതുവരെ നഗരത്തിൽ തന്നെ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി താൽക്കാലിക സ്റ്റേഷൻ സജ്ജീകരിക്കണമെന്നാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറലും റീജിയണൽ ഫയർ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ നഗരപരിധിയിൽ തന്നെ സ്ഥലം അനുയോജ്യമാണെന്ന് കാണിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ നിർദ്ദേശിക്കുന്ന രീതിയിൽ സൗജന്യമായി സൗകര്യത്തോടെ പണിതു കൊടുക്കാമെന്നും കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ സമ്മതപത്രം ലഭിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട്. അതേസമയം താൽക്കാലികമായി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിന് കെട്ടിടം നിർമ്മിച്ചു നൽകാൻ കോർപ്പറേറ്റ് സ്ഥാപനം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഈ അപകടങ്ങൾ വന്നിട്ട് ഇത്രയും നഷ്ടം സംഭവിക്കാനുള്ള പല കാരണങ്ങളൊരു കാരണം ഈ ഇവിടെ ഫയർ സ്റ്റേഷൻ ഇല്ലാത്തതിൻ്റെ പോരായ്മ. അതിന് മനസ്സിലാക്കിയ മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തെ സമീപിക്കുകയും അവർ 40 സെൻറ്റ് കണ്ണായ സ്ഥലത്ത് തരാമെന്ന് പറയും. അതുപോലെ തന്നെ അവരുടെ ചിലവിൽ പണിത് തരാം. പുതിയ ഫയർ സ്റ്റേഷൻ സർക്കാർ പണിത് കഴിഞ്ഞാൽ അവർ കൊഴിഞ്ഞു കൊടുക്കുന്ന ഒരു കണ്ടീഷനിൽ ഒക്കെ അവർ സമ്മതപത്രം മുഖ്യമന്ത്രിക്ക് നമ്മൾ ഫോർവേഡ് ചെയ്തു. പിന്നെ സർക്കാർ കാര്യങ്ങളാണല്ലോ. അപ്പോൾ അവസാനം അത് പല സ്ഥലം കോർപ്പറേഷൻ കാണിച്ചു കൊടുത്തു, ജില്ലാ ഭരണകൂടം കാണിച്ചു കൊടുത്തു, ഞങ്ങൾ തന്നെ പുതിയ കാലത്ത് പല സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തു. അതിലേറ്റവും അനുയോജ്യ സ്ഥലമാണ്ട് അവർ സമ്മതം തന്നിരിക്കുകയാണ്. ഇനി അതിനൊരു തത്വത്തിലുള്ള അനുമതി കിട്ടേണ്ട കാര്യമേ ഉള്ളൂ. അത് എത്രയും പണിയെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ള ആവശ്യം. വലിയ അഗ്നിബാധ ശമിപ്പിക്കുന്നതിന് കേരളത്തിലെ 4 അന്തർദേശീയ എയർപോർട്ടുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ടെക്നിക്കൽ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. തീപിടുത്തങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ കോർപ്പറേറ്റ് സ്ഥാപനം സന്നദ്ധത അറിയിച്ച സ്ഥലത്തോ നഗരസഭ കൈവശമുള്ള അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി എത്രയും വേഗം താൽക്കാലിക സ്റ്റേഷൻ നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.